കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, അല്ലയോ സ്ത്രീയെ, നീ ആ ഗുരുനാഥൻ അടുക്കൽ വന്നിട്ട് നിന്റെ ആവശ്യങ്ങൾ സങ്കടത്തോടെ അവരോട് പറഞ്ഞിട്ടു അവൻ നിന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്നാൽ നിലവിളി നിരത്തി തിരിച്ചു പോയിക്കൂടെ എന്ന് പറയുമ്പോൾ അവള് പറയുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം കൊണ്ടുവരാം. ഇത്രയുള്ള അവള് പറയുന്നത്, എന്റെ ഈ വിഷയത്തിനകത്ത് വേറെ ഒരാൾ എന്തെങ്കിലും എന്നോട് പറയുന്നതിനേക്കാൾ എന്റെ ഈ വിഷയത്തെ പറ്റി എന്റെ യേശു എന്നോട് എന്തെങ്കിലും പറയുന്നതാണ് എന്റെ ആഗ്രഹം. നിന്റെ വിഷയം വലുതാ, നിന്റെ വിഷയം വലുതാ, അത് കർത്താവിനറിയാം. നിനക്കൊരു കാര്യം അറിയാം, എന്റെ ഇപ്പോഴത്തെ ഈ വിഷയം, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം, ആ വിഷയത്തിൽ എന്നെ പരിചയമുള്ള ഒരാൾ ആ വിഷയത്തെ പറ്റി ഒരു അഭിപ്രായം എന്നോട് പറയുന്നതിനേക്കാൾ എന്റെ യേശു എന്നോട് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവരൊരു ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാ, ഇന്ന് രാത്രി എന്റെ കൂടപ്പറപ്പുകൾ എന്റെ വിഷയത്തെ പറ്റി എന്നോടൊരു മറുപടി പറയുന്നതിനേക്കാൾ, എന്റെ ബന്ധുക്കൾ എന്നോട് വിഷയത്തെ പറ്റി എന്നോടൊരു കാര്യം സംസാരിക്കുന്നതിനേക്കാൾ, എന്റെ സ്നേഹിതർ എന്നെ പറ്റി എന്റെ വിഷയത്തെ പറ്റി ഒരു അഭിപ്രായം പറയുന്നതിനേക്കാൾ എന്റെ യേശുവിന്റെ ഒരു വാക്ക് ഇന്ന് രാത്രി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയോട് ദൈവാത്മാവ് ഇടപെടുന്നു. സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി സ്വർഗ്ഗം നിനക്ക് വേണ്ടി വാ തുറക്കും.